ഹലോ ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഈ ടോപ്പിക്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ആദ്യം. അപ്പോയിൻമെൻറ്റ് ആർട്ടിക്കിൾ 148 തുടങ്ങി 151 വരെയാണ് CAG കുറിച്ച് ഡീൽ ചെയ്യുന്നത്. CAG എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഡിറ്ററി ആണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ഗവൺമെൻറ് പൈസ കറക്റ്റായി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോയിൻമെൻറ്റ് ആർട്ടിക്കിൾ 148 ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് വാറൻറ്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ വഴി CAG അപ്പോയിൻറ്റ് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ CAG ഇൻഡിപെൻഡൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റിമൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ അതേ പ്രൊസീജിയേഴ്സും ഗ്രൗണ്ട്സും ഉപയോഗിച്ചാണ് CAG റിമൂവ് ചെയ്യുന്നത്. ഇത് CAG പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ടെനർ ആൻഡ് റിസൈനേഷൻ 6 years അല്ലെങ്കിൽ 65 വയസ്സ് അത് മുൻപേ അതുവരെ അതിന് മുൻപ് വരുന്നോ അതുവരെ ഓഫീസിൽ ഇരിക്കാം എന്നാണ് പറയുന്നത്. പ്രസിഡൻറ്റിന് റിസൈനേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ പറയുന്നതാണ് സാലറി ആൻഡ് സർവീസ് കണ്ടീഷൻസ്. സാലറി ആൻഡ് സർവീസ് കണ്ടീഷനിൽ സാലറിയും സർവീസും കണ്ടീഷൻസ് പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്യും. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ മാറ്റാൻ പറ്റില്ല. സുപ്രീം കോർട്ട് ജഡ്ജിനെ പോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആർട്ടിക്കിൾ 149 പറയുന്നത് യൂണിയൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുകയും പിന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതോറിറ്റീസും ഓഡിറ്റ് ചെയ്യുകയും പബ്ലിക് മണി പ്രോപ്പറായി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആർട്ടിക്കിൾ 150 യൂണിയനും സ്റ്റേറ്റ്സും അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രസിഡൻറ്റ് CAG അഡ്വൈസ് പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്യും. ആർട്ടിക്കിൾ 151 പറയുന്നത് യൂണിയൻ റിപ്പോർട്ട് പ്രസിഡൻറ്റിന് സബ്മിറ്റ് ചെയ്യും. പ്രസിഡൻറ്റ് അത് പാർലമെൻറ്റിന് ടേബിൾ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ സ്റ്റേറ്റ് റിപ്പോർട്ട് ഗവർണറിന് കൊടുക്കുകയും ഗവർണർ അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ടേബിൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് CAG ഗാർഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സ് ആണ്. ഏജൻറ്റ് ഓഫ് പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നു. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ട്രാൻസ്പെറൻറ്റും അക്കൗണ്ടബിളും ആക്കുന്നു. പിന്നെ അടുത്തതാണ് കേസ് ലോസ്. കേസ് ലോസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ സെൻറ്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2G സ്പെക്ട്രം കേസ് 2012 ഉണ്ടായതാണ്. ഈ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് CAG ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി ആണെന്നും ആർട്ടിക്കിൾ 149 പ്രകാരം ഗവൺമെൻറ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വൈഡ് പവേഴ്സ് ഉണ്ടെന്നും ഈ ജഡ്ജ്മെൻറ്റ് CAG ഇൻഡിപെൻഡൻസും പബ്ലിക് അക്കൗണ്ടബിലിറ്റിയും സ്ട്രെങ്തൻ ചെയ്തു. ഇനി കൺക്ലൂഷൻ പറയുകയാണെന്ന് വെച്ചാൽ CAG ഗവൺമെൻറ് പൈസ കറക്റ്റായി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി ആണ്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുകയും പാർലമെൻറ്റിനെ സഹായിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്.